കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ മോഡ്യൂൾ 4ന്റെ ഫസ്റ്റ് പാർട്ടാണ് ഞാൻ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. ഇതിനകത്ത് ബേസിക്കലി നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, ഗവർണർ, അതിനോടൊപ്പം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റർ, അഡ്വക്കേറ്റ് ജനറൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിന് മുമ്പിൽ വന്നിരിക്കുന്ന മോഡ്യൂൾ 3ന്റെ ഇനിഷ്യൽ പോർഷനും കൂടെ അറ്റൻഡ് ചെയ്യുക. കാരണം 3rd മോഡ്യൂളിൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ചുള്ളത് ചെക്ക് ചെയ്തായിരുന്നു. ആൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് ഈ 4th മോഡ്യൂളിലെ ഈ ഇനിഷ്യൽ പോർഷനും പോകുന്നത്. സോ നമുക്ക് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലേക്ക് പോകാം. ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഹയറാർക്കി ഈ പറയുന്ന രീതിയിലാണ് വരുന്നത്. ഏറ്റവും തലവനായിട്ട് ഗവർണറുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ഹെഡായിട്ട് ഗവർണറുണ്ട്. ഗവർണറിന്റെ കീഴില് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വരുന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അതിനോടൊപ്പം ലെജിസ്ലേച്ചേഴ്സും ഉണ്ട്. എഗെയിൻ ലെജിസ്ലേച്ചേഴ്സ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ടും സിമിലർലി ലെജിസ്ലേറ്റീവ് കൗൺസിലായിട്ടും. റൈറ്റ്. എഗെയിൻ ഈ ഹയറാർക്കി നമ്മൾ നോക്കുമ്പം കേരളത്തിന്റെ കേസിൽ ഒട്ടും പോപ്പുലർ അല്ലാത്തതാണ് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അത് എന്താണെന്നുള്ളത് നമുക്ക് ഈ സെഷനിൽ തന്നെ ചെക്ക് ചെയ്യാം. സോ ഈ ഹയറാർക്കി വെച്ച് ഏറ്റവും ഹെഡായിട്ടുള്ള ഗവർണറിനെ കുറിച്ച് തന്നെ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ 152 മുതൽ 167 വരെ വരുന്ന ഭാഗങ്ങളിലാണ് ഗവർണറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. എഗെയിൻ ഞാൻ ഇപ്പൊ തന്നെ സൂചിപ്പിച്ച കണക്ക് നമ്മുടെ സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് ഹെഡാണ് ഗവർണർ. അതിനോടൊപ്പം തന്നെ ഭരണഘടനയുടെ തലവനാണ്, സംസ്ഥാനത്തിനെ റിലേറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രസിഡന്റിന്റെ കേസിൽ കണ്ട കണക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന രീതിയിലും സിമിലർലി അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുമാണ് ഗവർണർ വർക്ക് ചെയ്യുന്നത്. അതിനോടൊപ്പം നമുക്കറിയാം നിയമസഭയിൽ ഉത്തരവാദിത്വം വരുന്നത് മിനിസ്റ്റേഴ്സിനാണ്. സാധാരണ ലെജിസ്ലേച്ചർ രണ്ടായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലോവർ ഹൗസ് ആണ്. കേരളത്തിലുള്ളത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അതിനോടൊപ്പം തന്നെ ഒരു അപ്പർ ഹൗസ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആക്ച്വലി കറസ്പോണ്ട് ചെയ്യുന്നത് പാർലമെന്റിന്റെ കേസിൽ രാജ്യസഭേനെയാണ്. റൈറ്റ്. ലോക്സഭയെ കറസ്പോണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ നിയമസഭ. സോ നമ്മൾ ഗവർണറിന്റെ കേസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഡുവൽ റോളാണ്. അതായത് എക്സിക്യൂട്ടീവ് ഹെഡുമാണ്, സിമിലർലി റെപ്രസെന്റേറ്റീവ് ഓഫ് സെൻട്രൽ ഗവൺമെന്റുമാണ്. അതിനോടൊപ്പം ഞാനിപ്പോൾ സൂചിപ്പിച്ചു പാർലമെന്റ് രാജ്യസഭയ്ക്ക് തുല്യമായിട്ട് സംസ്ഥാനത്തും വരുന്നതാണ് അപ്പർ ഹൗസ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന്. ആ രീതിയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്താൽ ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന ആൻഡ് ഉത്തർപ്രദേശ്. ഈ സംസ്ഥാനങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ ലെജിസ്ലേറ്റീവ് കൗൺസിലും കാണും, അതിനോടൊപ്പം ഡെഫിനറ്റ്ലി ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കാണും. നെക്സ്റ്റ്, ഗവർണറിനെ സെലക്ട് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അദ്ദേഹം വാറന്റിന്റെ ഫോമിൽ നിയുക്ത ഗവർണറിന് നേരിട്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, ഗവർണറിന്റെ ഓഫീസിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. എഗെയിൻ ഓർക്കുക, പ്രസിഡന്റിന് ഏത് സമയത്ത് വേണോ ഗവർണറിനെ വിഡ്രോ ചെയ്യാം. അതിനോടൊപ്പം ഗവർണറിന് എപ്പോൾ വേണോ രാജിക്കത്തും കൊടുക്കാൻ കഴിയുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഗവർണറിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ സിറ്റിസൺ ആകണം. സിമിലർലി സെക്കൻഡ് വൺ, 35 വയസ്സിന് മേലെ വേണം. അതിനോടൊപ്പം അദ്ദേഹം രാജ്യസഭയുടെയോ ലോക്സഭയുടെയോ നിയമസഭയുടെയോ അംഗമാവാനും പാടില്ല. സിമിലർലി നമ്മൾ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഒക്കെ ക്വാളിഫിക്കേഷനിൽ കണ്ട കണക്ക് അദ്ദേഹം ഒരു ഓഫീസിൽ നിന്നും ഒരു ടൈപ്പ് ഓഫ് ഇൻകവും വാങ്ങാൻ പാടില്ല. അടുത്തതായിട്ട് നമ്മൾ പ്രസിഡന്റിന്റെയും പ്രൈം മിനിസ്റ്ററിന്റെയും വൈസ് പ്രസിഡന്റിന്റെ ഒക്കെ കേസിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ടായിരുന്നു. അത് കണക്ക് ഗവർണറിന്റെ കേസിലേക്ക് വരുമ്പം സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആ സംസ്ഥാനത്തിന്റെ ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ആണ്. അടുത്തതായിട്ട് ഗവർണറിന്റെ പവറും ഫങ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. എഗെയിൻ ഇത് നമ്മൾ പ്രസിഡന്റിന് കണ്ട കണക്ക് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ, ജുഡീഷ്യൽ പവേഴ്സ് ഗവർണറിനും ഉണ്ട്. അല്ലെങ്കിൽ പ്രസിഡന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നയതന്ത്രപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രസിഡന്റിനുള്ള കണക്കുള്ള എമർജൻസി പവേഴ്സ് ഗവർണറിന് ഇല്ല. നെക്സ്റ്റ് നമുക്ക് ഗവർണറിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ചെക്ക് ചെയ്യാം. ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് ആക്ഷൻസും ഗവർണറിന്റെ പേരിലാണ് ചെയ്യുന്നത്.
അതിനോടൊപ്പം ഈ പറഞ്ഞ കണക്ക് എക്സിക്യൂട്ടീവ് ആക്ഷൻസ് എല്ലാം ഗവർണറിന്റെ രീതിയിൽ ചെയ്യുമ്പം ഗവർണറിന് സ്പെസിഫൈ ചെയ്യും ഇന്ന റൂൾ അനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന്റെ പേരിൽ ഓർഡർ ഇറക്കാവൂ എന്ന്. അതിനോടൊപ്പം ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കുറച്ചുകൂടെ സുതാര്യമാകുന്ന രീതിയിൽ റൂൾസ് ഉണ്ടാക്കാനും ഗവർണറിന് കഴിയും. എഗെയിൻ അത് മിനിസ്റ്റേഴ്സ് ഇറക്കുന്ന ഓർഡറിലും സുതാര്യത കൊണ്ടുവരാൻ ഗവർണറിന് കഴിയും. അതിനോടൊപ്പം ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ചീഫ് മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതും ഗവർണറാണ്. സിമിലർലി ആ ചീഫ് മിനിസ്റ്റർ അഡ്വൈസ് ചെയ്യുന്നവരെയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിട്ടും ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത്. ഗവർണറിന്റെ അടുത്ത എക്സിക്യൂട്ടീവ് പവർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നതും സിമിലർലി അദ്ദേഹത്തിന്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതും. അതിനോടൊപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതും സിമിലർലി അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഓഫ് സർവീസും എല്ലാം ഫിക്സ് ചെയ്യുന്നത്. ആറാമത്തെ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് ഗവർണറാണ് സ്റ്റേറ്റ് PSCയുടെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത്. എഗെയിൻ ഇവിടെ അപ്പോയിന്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ റിമൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിലവിലെ സംസ്ഥാന ഭരണകൂടത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാം. അതിനോടൊപ്പം ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ആവശ്യപ്പെടാം ഈ രീതിയിൽ നിയമനിർമ്മാണം നടത്തണമെന്ന്. അടുത്ത എട്ടാമത്തെ പോയിന്റ് നമ്മൾ പ്രസിഡന്റിന്റെ കേസിൽ കണ്ടതാണ്. അതായത് ഏതെങ്കിലും ഒരു മിനിസ്റ്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അറിയിക്കാതെ ഒരു ഡിസിഷൻ എടുക്കുകയും അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് ആവശ്യപ്പെടാം ഈ തീരുമാനം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മുമ്പിൽ കൺസിഡർ ചെയ്യണമെന്ന്. അടുത്തത് വളരെ പരമപ്രധാനമായിട്ടുള്ള പവറാണ്. ഗവർണറാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നത് ഈ സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്ന്. സോ നമ്മൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യുന്നത് ഗവർണറിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആണ്. നമ്മൾ പ്രസിഡന്റിന്റെ കേസിലെ കണ്ട കണക്ക് സംസ്ഥാനത്തിന്റെ കേസിൽ ഗവർണറാണ് നിയമസഭാ സമ്മേളനം വിളിച്ചു വരുത്തുന്നതും സിമിലർലി അത് ഒഫീഷ്യലി എൻഡ് ചെയ്തതായിട്ട് അറിയിക്കുന്നത്. ആ രണ്ട് ടേംസ് ആണ് സമ്മൺ ആൻഡ് പ്രൊറോഗ്. സിമിലർലി നിയമസഭ പിരിച്ചുവിട്ടതായിട്ട് അറിയിക്കുന്നതും ഗവർണറാണ്. അടുത്ത ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത് ഗവർണർ ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യത്തെ സമ്മേളനം അഭിസംബോധന ചെയ്യുന്നത് ഗവർണറാണ്. അതിനോടൊപ്പം എല്ലാ വർഷത്തെയും ആദ്യത്തെ സെഷനും അഭിസംബോധന ചെയ്യുന്നത് ഗവർണറാണ്. അതിനോടൊപ്പം ലെജിസ്ലേച്ചറിൽ ഏതെങ്കിലും ഒരു ബില്ല് പെൻഡിംഗ് ആണെങ്കിൽ ഗവർണറിന് അത് ആവശ്യപ്പെടാം ആ ബില്ല് കൺസിഡർ ചെയ്യണമെന്ന്. അടുത്ത ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത് ഗവർണറാണ് ലെജിസ്ലേച്ചറിലെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും വാക്കന്റ് ആവുന്നുണ്ടെങ്കിൽ ആ സഭയിലെ ഏതെങ്കിലും ഒരു മെമ്പറിനെ ആ സമ്മേളനം നടത്താനായിട്ട് നിയോഗിക്കുന്നത്. അടുത്ത അഞ്ചാമത്തെ പോയിന്റ് നമ്മുടെ കേരളത്തിൽ ഒരു രീതിയിലും ബാധകമല്ലാത്തതാണ്. അതായത് ഞാൻ നേരത്തെ ലെജിസ്ലേറ്ററിനകത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ 1/6 മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. എഗെയിൻ അത് നമ്മൾ പ്രസിഡന്റിന്റെ കേസ് കണ്ട കണക്കാണ്. കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ വളരെ പ്രാമുഖ്യം ഉള്ളവരെയാണ് ആ 6-1 കൺസിഡർ ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ആലോചിച്ച് നിലവിലുള്ള നിയമസഭയെ അയോഗ്യനാക്കാനുള്ള അധികാരവും ഗവർണറിനുണ്ട്. അടുത്തതായിട്ട് ഏഴാമത്തെ ലെജിസ്ലേറ്റീവ് പവറായിട്ട് വരുന്നത് നമ്മൾ സാധാരണ ഒരു നിയമസഭ പാസ്സാക്കുന്ന ബില്ല് ഗവർണർ അതേ കണക്ക് പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഗവർണർ വീറ്റോ പവർ യൂസ് ചെയ്യും. അതായത് പോക്കറ്റ് വീറ്റോ പവർ യൂസ് ചെയ്യും. ഗവർണർ അത് ഒപ്പിടാതെ നീട്ടിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കും. അത് എത്ര കാലം വേണോ ഭരണഘടന അനുസരിച്ച് നീട്ടാനും കഴിയും. ഇനി മൂന്നാമത്, സാധാരണ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി അത് ഗവർണർ അതിനകത്ത് ഒപ്പിട്ട് അത് നിയമമാവുകയാണ് ചെയ്യുന്നത്. ബട്ട് ചില കേസുകളിൽ ഗവർണറിന് ആ ബില്ലിലുള്ള കാര്യങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹം പ്രോപ്പറായിട്ടുള്ള ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെട്ട് ആ ബില്ല് നിയമസഭയിലേക്ക് തിരിച്ച് മടക്കാം. അങ്ങനെ മടക്കി അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഭേദഗതി വരുമ്പോൾ ഗവർണറിന് അതിനകത്ത് ഒപ്പിടാനും കഴിയും. അടുത്ത ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത് നമ്മൾ അഗൈൻ പ്രസിഡന്റിന്റെ കേസ് കണ്ടതാണ്. നിയമസഭ കൂടാത്ത സമയങ്ങളിൽ ഓർഡിനൻസ് ഇറക്കുന്നത് ഗവർണറാണ്.
ബട്ട് അങ്ങനെ ഇറക്കുന്ന ഓർഡിനൻസ് അസംബ്ലി കൂടുമ്പം 6 ആഴ്ചക്കുള്ളിൽ പാസ്സാക്കണം. അതിനോടൊപ്പം അദ്ദേഹത്തിന് ഏതൊരു സമയത്തും ഏതൊരു ഓർഡിനൻസും പിൻവലിക്കാനും അധികാരം ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഗവർണറിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പവേഴ്സ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഫിനാൻഷ്യൽ പവറിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ബഡ്ജറ്റ് നിയമസഭയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ആ ബഡ്ജറ്റിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഗവർണർ കണ്ടിരിക്കണം. അടുത്തതായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 199 അനുസരിച്ച് ഏതൊരു ധനകാര്യപരമായിട്ടുള്ള ബില്ലും നിയമസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഗവർണറിന്റെ റെക്കമെൻഡേഷൻ വേണം. അതിനോടൊപ്പം ഏതെങ്കിലും ഗ്രാന്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഗവർണറിന്റെ അനുമതിയോടുകൂടി മാത്രമേ കഴിയുള്ളൂ. അടുത്തതായിട്ട് കണ്ടിൻജൻസി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എഗെയിൻ കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിന് അടിയന്തരമായിട്ടും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടും ഉണ്ടാകുന്ന ചെലവുകൾക്ക് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് ഈ കണ്ടിൻജൻസി ഫണ്ട്. അപ്പം ഇങ്ങനെയുള്ള കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് പൈസ എടുക്കാനുള്ള അധികാരം ഗവർണറിനാണ് ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ പ്രസിഡന്റിന്റെ കേസിൽ സിമിലർ ആയിട്ടുള്ളവരെണ്ണം കണ്ടതാണ്. ഇവിടെ വരുമ്പം പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഫിനാൻഷ്യൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാനായിട്ട് ഗവർണർ ഒരു 5 വർഷം കൂടുന്നവരും ഫിനാൻസ് കമ്മീഷനെ നിയമിക്കും. നെക്സ്റ്റ് നമുക്ക് ഗവർണറിന്റെ ജുഡീഷ്യൽ പവേഴ്സ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രസിഡന്റിന്റെ കേസിൽ കണ്ട കണക്കുള്ളതാണ്. ബട്ട് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് പവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നിടത്തോളം മാത്രമേ ഈ പറയുന്ന ജുഡീഷ്യൽ പവർ യൂസ് ചെയ്യാൻ പറ്റൂ. ആ ജുഡീഷ്യൽ പവർ എന്ന് പറയുന്നത് ഒരു കുറ്റാരോപിതനെ പൂർണ്ണമായിട്ടും കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതും കുറ്റത്തിന്റെ ശിക്ഷ കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അങ്ങനെ വരുന്ന ടേംസ് ആയിരുന്നു പാർഡൺ, സിമിലർലി 3 Rകൾ, അതായത് റിപ്രീവ്, റെമിഷൻ ആൻഡ് റെസ്പെക്ട്. റൈറ്റ്. ബട്ട് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. എഗെയിൻ ഈ 3 R, റിപ്രീവ്, റെസ്പെക്ട്, റെമിഷൻ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രസിഡന്റിന്റെ ട്യൂട്ടോറിയലിനകത്ത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പ്രസിഡന്റിന്റെ ജുഡീഷ്യൽ പവറും സിമിലർലി ഗവർണറിന്റെ ജുഡീഷ്യൽ പവറും ചെക്ക് ചെയ്യുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ പ്രസിഡന്റിന് മരണശിക്ഷ വിധിച്ച ഒരു വ്യക്തിയെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഗവർണറിന് അതൊരിക്കലും കഴിയില്ല. അതിനോടൊപ്പം കോർട്ട് മാർഷ്യൽ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ പ്രസിഡന്റിന് അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. ബട്ട് ഗവർണറിന് അത് കഴിയില്ല. ഇത് രണ്ടുമാണ് ആക്ച്വലി പ്രസിഡന്റും ഗവർണറും തമ്മിൽ ജുഡീഷ്യൽ പവറിൽ വരുന്ന ഒരു വ്യത്യാസം. മറ്റത് നേരത്തെ സൂചിപ്പിച്ച കണക്ക് സംസ്ഥാന സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് പവർ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം മാത്രമേ ഗവർണറിന് ജുഡീഷ്യൽ പവർ ഉള്ളൂ. അടുത്ത ജുഡീഷ്യൽ പവർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഒരു ഹൈക്കോർട്ടിന്റെ ജഡ്ജസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പം ആ സംസ്ഥാനത്തെ ഗവർണറുമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. അതിനോടൊപ്പം ഗവർണർ ഹൈക്കോർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഡിസ്ട്രിക്ട് ജഡ്ജികളെ അപ്പോയിന്റ് ചെയ്യുന്നതും സിമിലർലി അവരുടെ പോസ്റ്റിങ്ങും പ്രൊമോഷനും ഒക്കെ നടത്തുന്നത്. നെക്സ്റ്റ്, ഗവർണർ ഹൈക്കോർട്ടിനോടും അതിനോടൊപ്പം സ്റ്റേറ്റ് PSC ആയിട്ട് ആലോചിച്ചിട്ടാണ് ജുഡീഷ്യൽ സർവീസിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഗവർണറിന്റെ എമർജൻസി പവേഴ്സ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഒരു സംസ്ഥാന ഗവൺമെന്റിന് ആ സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യങ്ങൾ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്നോ അല്ലെങ്കിൽ ഭരണഘടനാ റിലേറ്റഡ് ആയിട്ടുള്ള വയലേഷൻസ് നടക്കുന്നുണ്ടെങ്കിലോ ഗവർണറിന് പ്രസിഡന്റിന്റെ അടുത്ത് ആവശ്യപ്പെടാം പ്രസിഡന്റ് റൂള് നടപ്പിലാക്കണം എന്ന്. സാധാരണഗതിയിൽ പ്രസിഡന്റ് റൂൾ കൊണ്ടുവരുന്നത് ഒരു പാർട്ടിക്കും വ്യക്തമായി നിയമസഭയിൽ ഭൂരിപക്ഷം ഇല്ലാതെ വരുമ്പോഴാണ്. അടുത്തതായിട്ട് നമുക്ക് ചീഫ് മിനിസ്റ്ററിന്റെ റോൾ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഭരണത്തിലെ പിവോട്ട് പോയിന്റ് ആണ്, അല്ലെങ്കിൽ കുന്തമുനയാണ് ആക്ച്വലി ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് റൂളിംഗ് പവറിന്റെ ഒരു സിമ്പലാണ്. അതിനോടൊപ്പം ഭരണത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളും ചീഫ് മിനിസ്റ്ററാണ്. അതിനോടൊപ്പം ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാണോ വ്യക്തമായി ഭൂരിപക്ഷം ഉള്ളത് ആ പാർട്ടിയുടെ നേതാവിനെയാണ് ചീഫ് മിനിസ്റ്ററായിട്ട് പരിഗണിക്കുന്നത്. അതിനോടൊപ്പം ആ ചീഫ് മിനിസ്റ്റർ മെൻഷൻ ചെയ്യുന്നവരെയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ചില സമയങ്ങളിൽ ഒന്നിൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നിട്ടായിരിക്കാം ഭരണം നടത്തുന്നത്. അങ്ങനത്തുള്ള ഗവൺമെന്റാണ് കോയലിഷൻ ഗവൺമെന്റ്. ആ സമയത്ത് ചീഫ് മിനിസ്റ്ററിന് വളരെ വലിയ റോളുമാണ് ഉള്ളത്.
അടുത്തതായിട്ട് ചീഫ് മിനിസ്റ്ററിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞ ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെയും വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ സിറ്റിസൺ ആകണം. രണ്ടാമത് 25 വയസ്സിന് മേലെ എത്തണം. മൂന്നാമത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ എങ്കിലും അംഗമാവണം. നെക്സ്റ്റ് നമുക്ക് മുഖ്യമന്ത്രിയുടെ പവേഴ്സും ഫങ്ഷൻസും എന്താണെന്ന് നോക്കാം. മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ റിയൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്, അതുകൊണ്ട് വാസ്റ്റ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. ഒരു മന്ത്രിസഭയുടെ ആക്ച്വലി ഒരു തലവനാണ് മുഖ്യമന്ത്രി. അതിനോടൊപ്പം ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുന്നതും സിമിലർലി മിനിസ്റ്റേഴ്സിനെ എല്ലാം സെലക്ട് ചെയ്യുന്നതും മുഖ്യമന്ത്രിയാണ്. നെക്സ്റ്റ് മിനിസ്റ്റേഴ്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് നയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതിനോടൊപ്പം മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതും മുഖ്യമന്ത്രിയാണ്. സിമിലർലി സെൻട്രൽ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് സ്റ്റേറ്റിലുള്ള ഗവർണറിന്റെ അടുത്ത് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭയുടെ തീരുമാനങ്ങളെല്ലാം അറിയിക്കുന്നത്. അടുത്തതായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണമെന്ന് ഗവർണർ ആവശ്യപ്പെടുമ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. നെക്സ്റ്റ് ഗവർണറിന് ഒരു മിനിസ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി വഴിയാണ് ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അടുത്തതായിട്ട് ഭരണത്തിലുള്ള ഏറ്റവും വലിയ പാർട്ടി എന്ന രീതിയിൽ അച്ചടക്കം ഉറപ്പുവരുത്തുന്നതും മുഖ്യമന്ത്രിയാണ്. അതിനോടൊപ്പം മുഖ്യമന്ത്രിക്ക് ഏതൊരു സമയത്തും തന്റെ രാജിക്കത്ത് ഗവർണറിന് കൊടുക്കാം. മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായിട്ട് നിയമസഭ വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നതും മുഖ്യമന്ത്രിയാണ്. അതിനോടൊപ്പം ഗവർണറുടെ അടുത്ത് നിയമസഭ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ്. അതിന്റെ ഫലമായിട്ട് പ്രസിഡന്റ് റൂള് വരികയും ചെയ്യും. അതായത് ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ഭരണവും നിലകൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്താണ്. അടുത്തത് നാലാമത്തെ പോയിന്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ളത് ഹൈക്കോടതി ജഡ്ജസ്, അതിനോടൊപ്പം തന്നെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പേഴ്സ്, അവരുടെ എല്ലാം തന്നെ അപ്പോയിന്റ്മെന്റ്, പോസ്റ്റിംഗ്, ട്രാൻസ്ഫർ അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണ് നടക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ടോപ്പായിട്ടുള്ള കുറച്ച് മന്ത്രിമാർ ചേർന്ന് വരുന്നതാണ് ക്യാബിനറ്റ്. ക്യാബിനറ്റ് ആണ് യഥാർത്ഥത്തിൽ ചീഫായിട്ടുള്ള എക്സിക്യൂട്ടീവ് ബോഡിയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു സർക്കാരിന്റെ നയങ്ങൾ ഉണ്ടാക്കുന്നതും രൂപവൽക്കരിക്കുന്നതും ക്യാബിനറ്റിന്റെ ജോലിയാണ്. നിയമസഭയിൽ എന്ത് നയം സ്വീകരിക്കണം എന്ന് ആലോചിക്കുന്നതും ക്യാബിനറ്റാണ്. അതിനോടൊപ്പം ക്യാബിനറ്റാണ് വ്യത്യസ്തമായിട്ടുള്ള ഗവൺമെന്റ് ഏജൻസിയുടെ വർക്കുകളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം പൊതുഭരണത്തിനെ പൂർണ്ണമായിട്ടും നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ക്യാബിനറ്റാണ്. സർക്കാരിന്റെ പല നയങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിന്റെ ഹെൽപ്പോടുകൂടി ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ക്യാബിനറ്റാണ്. അതിനോടൊപ്പം ഒരു സംസ്ഥാനത്തിന്റെ ഭരണം നല്ലൊരു രീതിയിൽ ആ ക്യാബിനറ്റിൽ ഇരിക്കുന്നവരുടെ ലീഡർഷിപ്പിനെയും സിമിലർലി അവരുടെ ഡയറക്ഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തതായിട്ട് നമുക്ക് മിനിസ്റ്റേഴ്സിന്റെ അപ്പോയിന്റ്മെന്റും സിമിലർലി അവരുടെ ക്വാളിഫിക്കേഷൻസും ചെക്ക് ചെയ്യാം. നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആ അപ്പോയിന്റ്മെന്റ് പക്ഷേ മുഖ്യമന്ത്രി അഡ്വൈസ് ചെയ്യുന്നതിനെ തുടർന്നാണ്. നെക്സ്റ്റ് നമുക്ക് മിനിസ്റ്റേഴ്സിന്റെ ക്വാളിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ സിറ്റിസൺ ആകണം. രണ്ടാമത് നേരത്തെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സൂചിപ്പിച്ച കണക്ക് 25 വയസ്സിന് മേലെ എത്തിയിരിക്കണം. മൂന്നാമത്തത് അദ്ദേഹം മസ്റ്റായിട്ട് നിയമസഭയിൽ ഒരു അംഗമായിരിക്കണം. മൂന്നാമത്തത് അദ്ദേഹം മസ്റ്റായിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ അംഗമായിരിക്കണം. കേരളത്തിനെ സംബന്ധിച്ച് നിയമസഭയുടെ അംഗമായിരിക്കണം. മന്ത്രിയായിട്ട് 6 മാസത്തിനുള്ളിൽ അദ്ദേഹം നിയമസഭാ അംഗം ആയില്ലെങ്കിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. നെക്സ്റ്റ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ഗവർണർ ആ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് വകുപ്പുകൾ അലോട്ട് ചെയ്യുന്നത്. മന്ത്രിസഭയിലെ വിവിധ മന്ത്രിമാരെ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും മുകളിൽ വരുന്ന മന്ത്രിമാരാണ് ക്യാബിനറ്റ് മിനിസ്റ്റർ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡെപ്യൂട്ടി മിനിസ്റ്റർ. ഇതിലുള്ള എല്ലാ മിനിസ്റ്റേഴ്സും എല്ലാ സ്റ്റേറ്റിനും കാണണമെന്ന് ഇല്ല. എഗെയിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ് ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തുന്നതും അവരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് പലതും എടുക്കുന്നത്. മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച കണക്ക് പരമപ്രധാനമായിട്ടുള്ള ക്യാബിനറ്റ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിനകത്ത് വരാതെ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്യാബിനറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരാണ്.
ഇനി മൂന്നാമത്തെ ലെവലിൽ വരുന്ന മിനിസ്റ്റേഴ്സ് ആണ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. അവരുടെ ജോലി എന്ന് വെച്ചാൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് ആൾറെഡി വളരെയേറെ ഡ്യൂട്ടീസ് ഉള്ളതാണ്, അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ സൂചിപ്പിച്ച കണക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനകത്തുള്ള ഒരു ചെറിയ ബോഡിയാണ് ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ആണ്, അല്ലെങ്കിൽ വകുപ്പുകളാണ് അവർ നോക്കുന്നത്. സർക്കാരിന്റെ പല നയങ്ങളും രൂപവൽക്കരിക്കുന്നതിന്റെ മെയിൻ റോളും ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനാണ് വരുന്നത്. മെയിൻലി 4 ഫങ്ഷൻസ് ആണ് ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനകത്ത് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിയമസഭയിൽ ഉണ്ടാകുന്ന ശുപാർശകൾക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഗവൺമെന്റ് പോളിസി ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് മേജറായിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റ്സും റെക്കമെൻഡ് ചെയ്യുന്നത് ക്യാബിനറ്റ് ആണ്. മൂന്നാമത്തത് വിവിധ വകുപ്പുകൾ തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതും ക്യാബിനറ്റ് ആണ്. നാലാമത്തത് സർക്കാരിന്റെ വിവിധ നയങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്നതും അതിനോടൊപ്പം ആ നയങ്ങൾ പ്രോപ്പർലി നടപ്പിലാക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ക്യാബിനറ്റ് ആണ്. നെക്സ്റ്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. അതായത് മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് മന്ത്രിസഭയുടെ ഒരു തീരുമാനത്തിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും അത് മന്ത്രിസഭയുടെ തീരുമാനം ഒരു കൂട്ടുത്തരവാദിത്വമാണ്. അതുകൊണ്ട് ആ മന്ത്രിയും അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ മന്ത്രിസഭയിൽ ഒരു തീരുമാനത്തിനോട് ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം മന്ത്രിമാർക്കോ വിശ്വാസം ഇല്ലാതെ വരുമ്പോൾ പ്രതിപക്ഷത്തിന് നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ആ മന്ത്രിസഭ രാജിവെക്കേണ്ടതായിട്ട് വരും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 അനുസരിച്ച് മുഖ്യമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച കണക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡാണ് മുഖ്യമന്ത്രി. അതിനോടൊപ്പം മുഖ്യമന്ത്രി രാജിവെക്കുന്നതോടുകൂടി ആ മന്ത്രിസഭ തന്നെ പിരിച്ചുവിട്ട പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് നമുക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് നോക്കാം. അതിൽ തന്നെ ഫസ്റ്റ് വൺ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ആണ്. ഒരു സംസ്ഥാനത്തിന്റെ ലെജിസ്ലേച്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കുന്നത് മന്ത്രിമാരാണ്. നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഒരു മന്ത്രിസഭയുടെ നയങ്ങൾ തീരുമാനിക്കുന്നതും അതിനോടൊപ്പം നിയമസഭയിൽ അത് അവതരിപ്പിക്കുന്നതും മന്ത്രിമാരാണ്. ഒരു ലെജിസ്ലേച്ചർ, സപ്പോസ് നിയമസഭ ഒരു നിയമം പാസ്സാക്കുന്ന അസ്യൂം ചെയ്യുക. അപ്പൊ നിയമസഭ ഒരു നിയമം പാസ്സാക്കുന്നത് ഒരു മന്ത്രി കൊണ്ടുവരുന്ന തീരുമാനങ്ങളെ തുടർന്നാണ്. അടുത്തതായിട്ട് നമുക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഫിനാൻഷ്യൽ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സംസ്ഥാനത്തിന്റെ ധനകാര്യ നയങ്ങൾ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യുന്നത് മന്ത്രിമാരാണ്. ഫിനാൻസ് മിനിസ്റ്ററാണ് നമുക്കറിയാം സ്റ്റേറ്റ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെ ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിന്റെ എക്സ്പെൻഡിച്ചറും റവന്യൂവും ഒറിജിനൽ ഫോമിൽ തന്നെ ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു സംസ്ഥാനത്തിന്റെ ടോപ്പ് എക്സിക്യൂട്ടീവ് ആണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. വിവിധ സർക്കാർ വകുപ്പുകളുടെ എല്ലാം തന്നെ മേലധികാരിയായിട്ട് വരുന്നത് മിനിസ്റ്ററാണ്. അങ്ങനെയുള്ള ആ മിനിസ്റ്ററാണ് അഡ്മിനിസ്ട്രേഷന് പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നത്. സിമിലർലി നമ്മൾ നേരത്തെ കണ്ട കണക്ക് ക്യാബിനറ്റ് ആണ് വിവിധ വകുപ്പുകൾ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതെ വരുമ്പം അതെല്ലാം തന്നെയും കോർഡിനേറ്റ് ചെയ്യുകയും അങ്ങനെ ആ ഇഷ്യൂസ് എല്ലാം തന്നെയും അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ഗവർണറുടെ റോള് കണ്ടു, മുഖ്യമന്ത്രിയുടെ റോള് കണ്ടു, സിമിലർലി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ റോളും കണ്ടു. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 165 അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്കും അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കാം. ഈ അഡ്വക്കേറ്റ് ജനറലാണ് ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ലോ ഓഫീസർ. അതായത് കേന്ദ്രത്തില് അറ്റോർണി ജനറൽ ഉണ്ട്, അതിന് തത്തുല്യമായിട്ടുള്ള റോളാണ് സംസ്ഥാനത്ത് അഡ്വക്കേറ്റ് ജനറൽ വഹിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് അഡ്വക്കേറ്റ് ജനറലിന്റെ അപ്പോയിന്റ്മെന്റും സിമിലർലി ടേംസ് ഓഫ് കണ്ടീഷൻസും നോക്കാം. അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്.
അഡ്വക്കേറ്റ് ജനറലിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഹൈക്കോർട്ടിന്റെ ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്തിരിക്കണം. അതിനോടൊപ്പം ഭരണഘടന അനുസരിച്ച് അഡ്വക്കേറ്റ് ജനറലിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഫ്രെയിമിലായിട്ടല്ല അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഗവർണറിന്റെ പ്ലഷറാലാണ് അപ്പോയിന്റഡ് ആയിരിക്കുന്നത്. അതായത് ഗവർണറിന് എപ്പോൾ വേണമെങ്കിലും അഡ്വക്കേറ്റ് ജനറലിനെ പിൻവലിക്കാം. അതിനോടൊപ്പം നമ്മൾ അറ്റോർണി ജനറലിനെ കണ്ട കണക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല അഡ്വക്കേറ്റ് ജനറലും. അപ്പം അതുകൊണ്ട് തന്നെ ഭരണഘടന അനുസരിച്ച് അദ്ദേഹത്തിന്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിട്ടില്ല. അത് ഗവർണറാണ് ആ റെമ്യൂണറേഷന്റെ കേസിൽ ഒരു തീരുമാനം എടുക്കുന്നത്. അടുത്തതായിട്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഗവർണർ ആവശ്യപ്പെടുമ്പം ഒരു സംസ്ഥാന ഗവൺമെന്റിനായിട്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ അഡ്വൈസ് കൊടുക്കുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. അതിനോടൊപ്പം ഗവർണർ കൊടുക്കുന്ന വേറെ ഏതെങ്കിലും ലീഗൽ ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അതും അഡ്വക്കേറ്റ് ജനറലിന്റെ ഡ്യൂട്ടിക്കകത്താണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ അറ്റോർണി ജനറലിനെ കണ്ട കണക്ക് ഭരണഘടന അനുസരിച്ച് അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും പുതിയൊരു ലോ അനുസരിച്ച് പുതിയ ഏതെങ്കിലും ഫങ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതും അഡ്വക്കേറ്റ് ജനറൽ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഗവർണറോ സംസ്ഥാന ഗവൺമെന്റോ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തെ ഏതൊരു കോടതിയിലെ മുമ്പിലും അഡ്വക്കേറ്റ് ജനറലിന് നേരിട്ട് ഹാജരാകാൻ കഴിയുന്നതാണ്. അടുത്തതായിട്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ 2 ഹൗസസിലും അഡ്വക്കേറ്റ് ജനറലിന് സംസാരിക്കാനും സിമിലർലി അത് കഴിഞ്ഞ് നടക്കുന്ന പ്രൊസീഡിങ്സിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അധികാരം മാത്രം കാണില്ല. അതിനോടൊപ്പം വേറെ ഏതെങ്കിലും നിയമസഭാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടെങ്കിൽ ആ പ്രൊസീഡിങ്സിലും അദ്ദേഹത്തിന് പങ്കുചേരാം. എഗെയിൻ ഓർക്കുക, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അധികാരം മാത്രം കാണില്ല. അടുത്തതായിട്ട് ഒരു MLAക്ക് കിട്ടുന്ന എല്ലാ പ്രിവിലേജസും സിമിലർലി ബെനിഫിറ്റ്സും ഒരു അഡ്വക്കേറ്റ് ജനറലിനും കിട്ടും. നെക്സ്റ്റ് ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗമായിട്ട് നമുക്ക് യൂണിയൻ ടെറിട്ടറീസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 തന്നെ ഇന്ത്യൻ ടെറിട്ടറിനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങളുടെ ടിപ്പിക്കൽ നേച്ചർ നമുക്കറിയാം. ഭരണം സംസ്ഥാന ഗവൺമെന്റായിട്ടും സിമിലർലി കേന്ദ്ര ഗവൺമെന്റുമായിട്ടാണ് നടപ്പിലാക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് യൂണിയൻ ടെറിട്ടറീസ്. യൂണിയൻ ടെറിട്ടറീസ് കംപ്ലീറ്റ്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇനി മൂന്നാമത്തതാണ് അക്യൂർഡ് ടെറിട്ടറീസ്. ഇന്ത്യൻ ഭരണഘടന എഴുതിയപ്പം അക്യൂർഡ് ടെറിട്ടറീസ് ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഒരു അക്യൂർഡ് ടെറിട്ടറി ഇല്ല. നെക്സ്റ്റ് നമുക്ക് യൂണിയൻ ടെറിട്ടറീസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോവാം. നമുക്കറിയാം യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ്. അതായത് അതൊരു ഫെഡറൽ ടെറിട്ടറീസ് ആണ്. ഇങ്ങനെയുള്ള ഈ ഫെഡറൽ ടെറിട്ടറീസിൽ ഭരണം നടത്തുന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ്. അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത് പ്രസിഡന്റാണ്. ഈ ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ആണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, യൂണിയൻ ടെറിട്ടറി ആയിട്ട് എന്തിനാ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിനെ ഒരു സ്റ്റേറ്റ് ആക്കിക്കൂടെ എന്നുള്ളതാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ടിപ്പിക്കലി യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അത് അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കത്തക്ക രീതിയിൽ വലുതല്ല. സിമിലർലി അത് എക്കോണമിക്കലിയും കൾച്ചറലിയും ജോഗ്രഫിക്കലി എല്ലാം തന്നെ ഡിഫറെന്റ് ആയിരിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ അതിന്റെ സറൗണ്ടിങ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്സുമായിട്ട് പലപ്പോഴും മെർജ് ചെയ്യാനും കഴിയില്ല. സിമിലർലി പല യൂണിയൻ ടെറിട്ടറീസും പൊളിറ്റിക്കലി അൺസ്റ്റേബിളും ആയിരിക്കും. സിമിലർലി ഫിനാൻഷ്യലി വീക്കും ആയിരിക്കും. സോ ഇപ്പൊ സൂചിപ്പിച്ച കണക്ക് ചെറുതാണ്. സിമിലർലി എക്കോണമിക്കലി കൾച്ചറലി ഡിഫറെന്റ് ആയിരിക്കാം, ഫിനാൻഷ്യലി വീക്ക് ആയിരിക്കാം, പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയിരിക്കാം. സോ ഈ കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് യൂണിയൻ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ യൂണിയൻ ടെറിട്ടറീസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡൽഹി ഒഴിച്ച് ബാലൻസ് ഉള്ള എല്ലാ യൂണിയൻ ടെറിട്ടറീസിന്റെയും പോപ്പുലേഷൻ വളരെ ചെറുതാണ്. അതിനോടൊപ്പം ലാൻഡ് സൈസും വളരെ ചെറുതാണ് കമ്പയർഡ് ടു സ്റ്റേറ്റ്. അങ്ങനെ ചെറുതായതുകൊണ്ട് തന്നെ അതിനെ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് അസ്യൂം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഡയറക്ട്ലി യൂണിയൻ ഗവൺമെന്റിന്റെ കൺട്രോളിലിരിക്കുന്നത്.
ബട്ട് ഓർക്കുക, ഡൽഹിയും പുതുച്ചേരിയും ജമ്മു ആൻഡ് കാശ്മീരും ഒഴിച്ചുള്ള യൂണിയൻ ടെറിട്ടറീസ് ആണ് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. നെക്സ്റ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് ഇതേ കണക്കുള്ള യൂണിയൻ ടെറിട്ടറീസ് പലതും പല വിദേശ രാജ്യങ്ങളുടെയും കോളനീസ് ആയിരുന്നു. എക്സാമ്പിൾ ഡാമൻ ആൻഡ് ഡ്യൂ തന്നെ എടുക്കുക, അവർ പോർച്ചുഗീസിന്റെ കൺട്രോളിലായിരുന്നു. സിമിലർലി പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ കൺട്രോളിലായിരുന്നു. അപ്പോൾ അങ്ങനത്തുള്ള കോളനീസ് ആയതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളുടെ സംസ്കാരം ഈ പറയുന്ന യൂണിയൻ ടെറിട്ടറീസിൽ വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് വരുന്ന സംസ്ഥാനങ്ങളുടെ കൾച്ചറുമായിട്ട് ഇത് വളരെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്കിത് കണക്ക് മെർജ് ചെയ്യിക്കാൻ കഴിയാതിരിക്കുന്നത്. മൂന്നാമത്തത്, ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയാണ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ. സിമിലർലി നമുക്കറിയാം ചണ്ഡീഗറാണ് ഹരിയാനയുടെയും പഞ്ചാബിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ. നാലാമത്തെന്ന് പറയുന്നത് ചില യൂണിയൻ ടെറിട്ടറീസ്, എക്സാമ്പിൾ ലക്ഷദ്വീപും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സും ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്ന് വളരെ മാറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വരുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൺട്രോളിലാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവിടെ എത്തപ്പെടാൻ കഴിയും. അടുത്തതായിട്ട് നമുക്ക് യൂണിയൻ ടെറിട്ടറീസിന്റെ ക്രിയേഷനിലേക്ക് പോവാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ചില പ്രദേശങ്ങളെ ഷെഡ്യൂൾഡ് ഡിസ്ട്രിക്റ്റുകളായിട്ട് മാർക്ക് ചെയ്തിരുന്നു. അതാണ് പിൽക്കാലത്ത് ചീഫ് കമ്മീഷണർ പ്രൊവിൻസസ് ആയിട്ട് അറിയപ്പെട്ടത്. അങ്ങനെയുള്ള ചീഫ് കമ്മീഷണർ പ്രൊവിൻസസ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭരണഘടനയുടെ പാർട്ട് സിക്കകത്തും ഡിക്കകത്തും വന്നത്. 7ാമത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഇതേ കണക്കുള്ള ടെറിട്ടറീസിനെ നമ്മൾ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിൽ ആദ്യകാലത്തുണ്ടായിരുന്ന പല യൂണിയൻ ടെറിട്ടറീസും പിന്നീട് സംസ്ഥാനങ്ങളായിട്ട് മാറുകയും ചെയ്തു. അതിനോടൊപ്പം യൂണിയൻ ടെറിട്ടറീസ് പലതും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അവരുടെ പൊളിറ്റിക്കലി ഉണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചാണ് കൾച്ചറലായിട്ടുള്ള വ്യത്യാസങ്ങളും ഉണ്ടാകാം. അതും അല്ലെങ്കിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊണ്ടും ആകാം. ഇനി യൂണിയൻ ടെറിട്ടറീസിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നടത്തുന്നത് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 8 വരുന്ന ആർട്ടിക്കിൾ 239 മുതൽ 241 വരെ വരുന്ന കാര്യങ്ങളാണ് യൂണിയൻ ടെറിട്ടറിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാൽ യൂണിയൻ ടെറിട്ടറീസ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു യൂണിഫോമൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം യൂണിയൻ ടെറിട്ടറീസിനെ റിലേറ്റ് ചെയ്യുമ്പം ഇല്ല. പ്രസിഡന്റ് ആണ് യൂണിയൻ ടെറിട്ടറിയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ലഫ്റ്റനന്റ് ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സിമിലർലി യൂണിയൻ ടെറിട്ടറിന് വേണ്ട നിയമനിർമ്മാണങ്ങളെല്ലാം നടത്തുന്നത് പാർലമെന്റാണ്. അടുത്തതായിട്ട് ഡൽഹിക്ക് കിട്ടിയിരിക്കുന്ന ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനയുടെ 69ാമത് ഭേദഗതിയായിട്ട് 1991 ഡൽഹി എന്ന യൂണിയൻ ടെറിട്ടറിനെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിന്ന് മാറ്റുകയാണ് ചെയ്തത്. എഗെയിൻ ഡൽഹി അഡ്മിനിസ്ട്രേറ്ററിനെയും ലഫ്റ്റനന്റ് ഗവർണറായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം ഡൽഹി എന്ന നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിക്ക് നിയമസഭ നടത്താനുള്ള അധികാരവും ഉണ്ട്. അതിനോടൊപ്പം ലഫ്റ്റനന്റ് ഗവർണറുടെ പവറും ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് യൂണിയൻ ടെറിട്ടറിയുടെ അഡ്വൈസറി കമ്മിറ്റി എന്താണെന്ന് നോക്കാം. കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് യൂണിയൻ ടെറിട്ടറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലെജിസ്ലേറ്റീവ്, ഫിനാൻസ്, ബഡ്ജറ്റ്, സിമിലർലി സർവീസസ് അതെല്ലാം തന്നെ നടപ്പിലാക്കുന്ന. അതിനോടൊപ്പം ലഫ്റ്റനന്റ് ഗവർണർമാരുടെ അപ്പോയിന്റ്മെന്റ്. ലെജിസ്ലേറ്റേഴ്സ് ഇല്ലാത്ത 5 യൂണിയൻ ടെറിട്ടറീസ്, അതായത് ബാലൻസ് ഉള്ള 3 യൂണിയൻ ടെറിട്ടറീസിന് ലെജിസ്ലേറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള 5 യൂണിയൻ ടെറിട്ടറീസിന്റെ MPs, അതിനോടൊപ്പം ഹോം മിനിസ്ട്രി അഡ്വൈസറി കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഹോം മിനിസ്റ്റർ, അതിനോടൊപ്പം ആ യൂണിയൻ ടെറിട്ടറിയുടെ അഡ്മിനിസ്ട്രേറ്റർ, അതിനോടൊപ്പം ആ യൂണിയൻ ടെറിട്ടറിയുടെ ലോക്കൽ ബോഡി മെമ്പേഴ്സും കൂടെ ചേർന്നിട്ട് ഒരു ഫോറം ഉണ്ടാക്കുകയും ആ ഫോറത്തിലാണ് ആക്ച്വലി ആ യൂണിയൻ ടെറിട്ടറിയുടെ സോഷ്യൽ ആൻഡ് എക്കോണമിക് ഡെവലപ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ അടുത്ത ട്യൂട്ടോറിയൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.